RDX രണ്ടാം ഭാഗത്തിലേക്ക് പെഹൽഗാമിലെ മഞ്ഞുമൂടിയ പർവ്വതനിരയും പൈൻ വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ബൈസാരൻ താഴ്വര വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു ഇന്നലെ വരെ. ഇനി മുതൽ അങ്ങനെയാകരുത് എന്ന കൃത്യമായ ലക്ഷ്യമായിരുന്നു വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണം. കശ്മീർ സമാധാനത്തിലേക്കോ സ്വസ്ഥതയിലേക്കോ ചുവടുവെക്കരുത് എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അതിനുണ്ടായിരുന്നത്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീർ കണ്ട ഏറ്റവും വലിയ ആക്രമണമാണ് ഭീകരർ കരുതി വെച്ചിരുന്നത്. സന്ധി ചെയ്യില്ല എന്ന് വ്യക്തമാക്കി അരയും തലയും മുറുക്കി അവിടുത്തെ ജനം തന്നെ ഭീകരർക്കെതിരെ തെരുവിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, PDP ഉണ്ട്, നാഷണൽ കോൺഫറൻസ് ഉണ്ട്, സാധാരണക്കാരായ കശ്മീരി മനുഷ്യരുമുണ്ട്. രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ജനത ഒരുമിക്കുന്നു എന്നത് അതീവ ദുഃഖത്തിൻ്റെ ഈ നേരത്തും നമുക്ക് ആശ്വാസത്തിൻ്റെ വെള്ളി രേഖയാകുന്നു. ആദ്യം കാണാം RDX റാപ്പ്. ഇന്ത്യ പാക് വിഭജനകാലം മുതൽ ഇന്നോളം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉമിത്തിയായി നീറുന്നത് കശ്മീർ പ്രശ്നമാണ്. 1947 നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിൽ കശ്മീർ വിഷയം ഉയർത്തി തുടങ്ങിയ ഏറ്റുമുട്ടൽ 1965 1999 യുദ്ധത്തിലും അവസാനിച്ചില്ല. അതിർത്തി സംഘർഷങ്ങളും ഭീകരാക്രമണങ്ങളും തുടർക്കഥയായി. ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ സൈന്യം നൽകിയ പിന്തുണ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വസ്ഥത തീവ്രമാക്കി. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളാണ് ഇതുവരെ ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളിൽ ഉയർന്നുകെട്ടിരുന്ന പേരുകൾ. ആ പട്ടികയിലെ ഏറ്റവും പുതിയ സംഘടനയാണ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. കശ്മീരിലേക്ക് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർ വരേണ്ടെന്ന നിലപാടാണ് അവരുടേത്. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനോടുള്ള അസ്വസ്ഥതയിൽ രൂപം കൊണ്ട സംഘടനയാണ് ഇതെന്ന് NIA പറയുന്നു. ഏറെ നാളെ കശ്മീരിൽ തുടരുന്ന സമാധാന അന്തരീക്ഷവും ടൂറിസം മേഖലയിലുണ്ടായ വളർച്ചയും ഭീകരരെ അസ്വസ്ഥരാക്കിയിരുന്നു. കശ്മീർ സമാധാന അന്തരീക്ഷത്തിലേക്ക് മാറരുതെന്ന കൃത്യമായ ലക്ഷ്യമായിരുന്നു ആക്രമണത്തിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്നലത്തെ ആക്രമണത്തോടെ കശ്മീർ ആകെ ഉലഞ്ഞു പോയിരുന്നു. പക്ഷേ കശ്മീരിൽ ജനം തെരുവിലിറങ്ങി. കശ്മീരിൽ ഈ ഭീകരാക്രമണ സംഭവത്തിനെതിരെ തെരുവിൽ ജനം അതിശക്തമായി തന്നെയും ഇറങ്ങി. ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്ക് എതിരെ പ്രകടനങ്ങൾ നടന്നു. കശ്മീരിൻ്റെ കണ്ണീരാണ് ഈ സംഭവമെന്ന് പ്രദേശവാസികൾ ആദ്യ നിമിഷം തന്നെ പ്രഖ്യാപിച്ചു. സംഭവം ഉണ്ടായത് ഉടനെ തന്നെ പ്രകടനം നടത്തി കോൺഗ്രസ്, BJP, PDP, നാഷണൽ കോൺഫറൻസ് പ്രവർത്തകർ അപ്പോൾ തന്നെയും തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധം നടത്തി. റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചായിരുന്നു പലരുടെയും പ്രതിഷേധം അതിശക്തമായിട്ട് രേഖപ്പെടുത്താൻ. ഭീകരാക്രമണത്തിന് പിന്നിലായ ചർച്ചയായി പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനയും ചർച്ചയായി. പ്രകോപനം പാകിസ്ഥാനാണ് എന്നത് തെളിയിക്കുന്നത് കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ നാഡിയെന്ന് ജനറൽ അസീം മുനീർ അല്പം ദിവസം മുമ്പാണ് പറഞ്ഞത്. കശ്മീർ ജനതയെ കൈവിടില്ല, പോരാട്ടത്തിലൊപ്പം നിൽക്കും എന്നും ഏപ്രിൽ 16 പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെക്കുറിച്ചും ഹിന്ദുക്കൾക്കെതിരെയും ഈ പ്രസംഗം നിലപാടെടുത്തു എന്നത് അപ്പോൾ തന്നെ നയതന്ത്രപരമായി ശ്രദ്ധിക്കപ്പെട്ടതാണ്. സമീപ വർഷങ്ങളിൽ കശ്മീർ ശാന്തമായിരുന്നു. വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു എന്നത് എല്ലാവർക്കും സന്തോഷമേകിയ കാര്യമായിരുന്നു. 2022 ശേഷം കശ്മീർ വീണ്ടും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറുകയായിരുന്നു. പെഹൽഗാം അമർനാഥ് തീർത്ഥയാത്രയുടെ പരമ്പരാഗത പാതയുടെ തുടക്ക സ്ഥലമാണ്. ആക്രമണം മേഖലയിൽ കേബിൾ കാർ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതിനിടെയാണ് എന്നതുകൂടി ഓർക്കണം. 2024 എത്തിയത് 2,03,00,000 സഞ്ചാരികളായിരുന്നു. 29 ലക്ഷം പേർ താഴ്വര മാത്രം സന്ദർശിച്ചു എന്നതാണ്. 2023 എത്തിയത് 2 കോടി സഞ്ചാരികളാണ്. 27,10,000 പേർ താഴ്വര മാത്രം സന്ദർശിച്ചു. 2023 ബാരാമുള്ളയിലെ ഉറിയിൽ ഇന്നും ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായി. ഇന്നും അത് വാർത്തയായിട്ട് വന്നിരുന്നു. നിയന്ത്രണ രേഖയിലേക്ക് നുഴഞ്ഞുകയറിയ 2 ഭീകരരെ സൈന്യം വധിക്കുകയുണ്ടായി. ഇന്ന് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണിത് എന്ന് നമ്മൾ വലിയ സങ്കടത്തോടെയും രോഷത്തോടെയും അറിയുന്നു. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 40 CRPF സൈനികരായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് സൈനികരായിരുന്നു. അനന്ത്നാഗ് ജില്ലയിലെ ഛത്തീസ് സിംഗ് പോര ഗ്രാമത്തിൽ ഭീകരാക്രമണം ഉണ്ടായത് 2000 മാർച്ച് 21 ആയിരുന്നു. സിഖ് വിഭാഗത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ അന്ന് 36 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് കശ്മീരിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. 2000 ആഗസ്റ്റിൽ നുൻവാൻ ബേസ് ക്യാമ്പിന് നേരെ ഭീകരാക്രമണം ഉണ്ടായി. ഇതൊക്കെ അവിടുത്തെ ഭീകരാക്രമണങ്ങളുടെ ചരിത്രമാണ്. അമർനാഥ് തീർത്ഥാടകർ ഉൾപ്പെടെ 32 പേരാണ് അന്ന് 2000 ഓഗസ്റ്റിൽ കൊല ചെയ്യപ്പെട്ടത്. 2001 ജൂലൈ മാസത്തിൽ വീണ്ടും അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് അനന്ത്നാഗിൽ ഭീകരാക്രമണം ഉണ്ടായി. 2001 ജൂലൈയിൽ ഉണ്ടായ ആക്രമണത്തിൽ ശേഷ്നാഗ് ബേസ് ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 13 തീർത്ഥാടകരാണ് അന്ന് കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഒക്ടോബർ 1 ശ്രീനഗറിലെ ജമ്മു കശ്മീർ സംസ്ഥാന നിയമസഭാ സമുച്ചയത്തിൽ ചാവേർ ആക്രമണം ഉണ്ടായി. ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ആക്രമണത്തിൽ അന്ന് 36 പേർ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ ഇപ്പോൾ സങ്കടത്തോടെ ഓർക്കുന്നു. 2002 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചന്ദൻവാരി, നുൻവാൻ ബേസ് ക്യാമ്പുകൾക്ക് നേരെ വീണ്ടും ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. 11 അമർനാഥ് തീർത്ഥാടകർ അക്കാലത്ത് കൊല്ലപ്പെട്ടു. 30-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
2002 നവംബർ 23 ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ തെക്കൻ കശ്മീരിലെ ലോവർ മുണ്ടയിൽ IED സ്ഫോടനമുണ്ടായി. 9 സുരക്ഷാ സേനാംഗങ്ങളും 3 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 19 മരണമാണ്. 2 കുട്ടികൾ ഉൾപ്പെടെ 19 പേർ മരിച്ചു. 2003 മാർച്ച് 23 പുൽവാമ നന്ദിബാർഗ് ഗ്രാമത്തിൽ കശ്മീരി പണ്ഡിറ്റുകളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം വീണ്ടും ഉണ്ടായി. 11 സ്ത്രീകൾ 2 കുട്ടികളുമടക്കം അന്ന് കൊല്ലപ്പെട്ടത് 24 പേരായിരുന്നു. എത്ര മനുഷ്യരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നോക്കൂ. 2005 ജൂൺ 13 പുൽവാമയിൽ തിരക്കേറിയ മാർക്കറ്റിൽ സ്ഫോടക വസ്തു വെച്ച കാർ പൊട്ടിത്തെറിച്ചു. അങ്ങനെ 2 സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 13 സാധാരണ മനുഷ്യരും 3 CRPF ഉദ്യോഗസ്ഥരും ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടു. 2006 ജൂൺ 12 കുൽഗാമിൽ 9 കുടിയേറ്റ തൊഴിലാളികൾ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവമുണ്ടായി. 2006 ജൂൺ 12 മരിച്ചവരെല്ലാം ബീഹാറിൽ നിന്നും നേപ്പാളിൽ നിന്നും വിവിധ ജോലികൾക്കായി എത്തിയ അതിസാധാരണക്കാരായ മനുഷ്യരായിരുന്നു. 2017 ജൂലൈ 10 കുൽഗാമിൽ യാത്രാ ബസ്സിന് നേരെ ഭീകരരുടെ ആക്രമണമുണ്ടായി. അമർനാഥ് തീർത്ഥാടകരായ 8 പേർ കൊല്ലപ്പെട്ടു. ആ സംഭവങ്ങളിൽ 2017 നടന്നത്. 2019 ഫെബ്രുവരി 15 ജമ്മു ശ്രീനഗർ ഹൈവേയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം വീണ്ടും ഉണ്ടായി. 2019 സൈനിക വാഹനങ്ങൾക്ക് നേരെ സ്ഫോടക വസ്തു നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. പുൽവാമയിൽ കൊല്ലപ്പെട്ടത് 40 CRPF സൈനികരാണ്. 2019 ഫെബ്രുവരി 15 അന്ന് ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു എന്നും നമുക്ക് ഓർമ്മയുണ്ട്. പുൽവാമ ആക്രമണത്തിന് 12ാം ദിവസമാണ് ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. നമുക്ക് ഈ ചരിത്രം എല്ലാം തന്നെയും ഓർമ്മയുള്ളതാണ്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുജിത് ചന്ദ്രൻ കൂടെ നമ്മോടൊപ്പം ചേരും. സുജിത്ത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും സങ്കടപ്പെടുന്നതും അല്ലെങ്കിൽ രോഷമുണ്ടാകേണ്ടതുമായ കാര്യം ഇതെല്ലാം പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന അവിടെ നിന്ന് ഉയർന്നു വരുന്ന ഛിദ്രശക്തികൾ, ഈ ഭീകരവാദികൾ, ഇന്ത്യ ഏത് വിധത്തിലും നശിപ്പിക്കുക എന്ന് മാത്രം ലക്ഷ്യമായിട്ട് വരുന്ന ഭീകരവാദികളുടെ ആക്രമണ സംഭവങ്ങളാണ് എന്നാണ്. അതിൽ പട്ടാളക്കാരെയും മറ്റും മാത്രമല്ല, CRPFൻ്റെ ഉദ്യോഗസ്ഥരെയും മാത്രമല്ല, സാധാരണ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളടക്കം അതിസാധാരണക്കാരായ മനുഷ്യർ, ദൈനംദിന ജോലികളിൽ ഏർപ്പെടുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത്. അവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, നമ്മുടെ നേരെ ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണ സംഭവങ്ങളുടെ ചരിത്രം വളരെ ദൈർഘ്യമേറിയതാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നിങ്ങനെ തീവ്രവാദ സംഭവങ്ങൾ ഉയർന്നു വരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഈ മണിക്കൂറുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും സനീഷ്, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചരിത്രം മാത്രമാണ് നമ്മൾ ഈ ഡാറ്റ ഷീറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഓരോ സന്ദർഭത്തിലും ഈ ഓരോ തീവ്രവാദ ആക്രമണം ഉണ്ടായ സമയത്തൊക്കെയും പാകിസ്ഥാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് ഡോൺ പത്രം എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് സനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റേതായ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് ബ്ലെയിം അസ് എന്നാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആഭ്യന്തര കലാപം, ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് അവർ പറഞ്ഞൊഴിയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ അതിനെ എടുക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല, ലോക മനസാക്ഷിക്കും ലോക രാഷ്ട്രങ്ങൾക്കും പറ്റില്ല. ഇതിനു മുമ്പ് അസിം മുനീർ എന്ന അവരുടെ സൈനിക മേധാവി ഒരാഴ്ച മുമ്പ് അവരുടെ ഒരു പ്രവാസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് പലവട്ടം അത് വാർത്തയായതാണ്, ഈ കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കഴുത്തിലെ ഞരമ്പ് പോലെ അവർക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്നാണ്. അത് ഒരു തരത്തിൽ ഒരു വിസിൽ ബ്ലോവിംഗ് ആണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ സംശയിക്കാം. കസൂരിയെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. അയാളാണ് ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നടക്കമുള്ള വാർത്തകൾ വരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അതൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഒരർത്ഥത്തിൽ ഇന്ത്യയേക്കാൾ ശരിക്കും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ ഒരു ദിവസം മുമ്പ് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അവരുടേത് ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം, നമ്മുടേത് ഓഗസ്റ്റ് 15. പക്ഷേ ഈ 76 വർഷത്തിനിപ്പുറം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ജനാധിപത്യപരമായും മതേതരമായും അങ്ങനെ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ ഏതൊരു മാനകം വെച്ച് അളന്നാലും പാകിസ്ഥാനേക്കാൾ എത്രയോ മുമ്പിലാണ്, എത്രയോ പതിറ്റാണ്ടുകൾ നമുക്ക് പിന്നിലാണ് പാകിസ്ഥാൻ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ശരിക്കും അവർ തന്നെ അവിടെ ഭരണകൂടം സ്പോൺസർ ചെയ്ത് വിഘടനവാദ ശക്തികളെ വളർത്തി, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വളർത്തി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സൈന്യത്തിന് പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം അവർ അനുവദിച്ചു കൊടുത്തു. സൈന്യത്തിന് ഒരു വേള രാഷ്ട്രീയത്തിൽ ഇടപെടാനും അന്തർദേശീയ പ്രശ്നങ്ങൾ വരെ ഇടപെടാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായി. സൈന്യം പലവട്ടം അവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒക്കെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു, ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. അതിനപ്പുറം രാജ്യാന്തര രാഷ്ട്രീയത്തിൽ പോലും
പോലും ഇടപെടാനുള്ള ശക്തി, അവരുടെ ഒരു അവിഹിത ശക്തി അവർ നേടിയെടുത്തു. അവരുടെ രഹസ്യാന്വേഷണ സ്ഥാപനങ്ങളുടെയൊക്കെ മേധാവിമാർ ഒരർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ സ്ഥാനപതികളായി പോലും പ്രച്ഛന്നവേഷം കെട്ടുന്ന ഒരു രാഷ്ട്രീയം, ഒരു വിരോധാഭാസം നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാൻ ഒരു കുത്തഴിഞ്ഞ രാഷ്ട്രമായി, ജനാധിപത്യത്തിന് വിലയില്ലാത്ത ഒരു രാഷ്ട്രമായി മാറി. ഈ പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാജ്യമാണ്, ഒരു പരാജിത രാഷ്ട്രമാണ് എന്ന് പറയുന്ന ആളുകൾ പാകിസ്ഥാനിലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റുമാണ്. അവിടെ പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2017 താഹിർ കമ്രാൻ എന്ന അവിടുത്തെ ഒരു ചരിത്രകാരൻ തന്നെയും ഒരു പുസ്തകം തന്നെ ആ പേരിൽ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ എ ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന പേരിൽ ഒരു പരാജയപ്പെട്ട രാജ്യമാണ്. അത് പരാജയപ്പെട്ട രാജ്യമാകുന്നതിൻ്റെ കാരണം നേരത്തെ സുജിചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് നമ്മുടെ നാട്ടിലെന്ന പോലെ ജനാധിപത്യ സംവിധാനത്തിലൂടെ വരുന്ന രാഷ്ട്രീയ ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ഭരണ നേതാക്കളിൽ മാത്രമല്ല അവിടെ ആ രാജ്യം ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അവിടെ പട്ടാളം പ്രത്യേകമായൊരു ഭരണ കേന്ദ്രമാണ്. പട്ടാളത്തിന് ജനാധിപത്യ സർക്കാരുകൾക്ക് മേൽ അധികാരമുണ്ട്. അവിടെ തീവ്രവാദികൾ ആണ് എല്ലാത്തിനും മുകളിൽ. ജുഡീഷ്യറി സർക്കാരിനോ ജനാധിപത്യ സംവിധാനത്തിനോ വഴങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമല്ല. അവിടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഈ തീവ്രവാദം, അതിതീവ്രമായിട്ടുള്ള മതതീവ്രവാദം അവിടെ വല്ലാത്ത തോതിൽ പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പിടിച്ചു നിന്ന് പോകാൻ എല്ലാ നേതാക്കളും ഈ തീവ്രവാദ ശക്തികളെ ഉപയോഗിക്കുകയും തീവ്രവാദ ശക്തികൾക്ക് വഴങ്ങി നിൽക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് പാകിസ്ഥാനിൽ ഗുണമുണ്ടാക്കുന്നു എന്നതുകൊണ്ട്, അവർക്ക് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഗുണമുണ്ടാക്കുന്നു എന്നതുകൊണ്ട് അവർ തരാതരം പോലെ ഈ തീവ്രവാദ ശക്തികളെ ഉപയോഗിക്കുകയും അവർക്ക് വഴങ്ങുകയും ചെയ്തുകൊണ്ടുകൂടിയാണ് ആ രാഷ്ട്രം ഇത്രമാത്രം പരാജയപ്പെട്ട നിലയിലേക്ക് പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു മതരാഷ്ട്രമാണ് എന്നതുകൂടെയാണ്. അതൊരു മതത്താൽ നിയന്ത്രിക്കപ്പെടുന്ന റിപ്പബ്ലിക് ആണ് എന്നതുകൊണ്ട് കൂടിയാണ് ഈ തരത്തിൽ തീവ്രവാദ ശക്തികൾക്ക് രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനങ്ങളെക്കാൾ ശക്തി വന്നത് എന്നതുകൂടെ നമ്മൾ ഓർക്കണം. അതൊക്കെ ഈ പറയുന്ന നേരത്തെ ഡാറ്റാ ഷീറ്റിൽ ചൂണ്ടിക്കാണിച്ച അത്യധികമായിട്ടുള്ള എണ്ണം തീവ്രവാദ സംഭവങ്ങളെ വളർത്തുന്നുണ്ട്. ലാൽ ദദ് എന്ന ഒരു കവയിത്രിയാണ് കശ്മീരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ബിംബം. 1320 ജനിച്ച് 1392 മരിച്ച മഹാകവയിത്രി. ലല്ലേശ്വരി എന്ന ഹിന്ദു നാമത്തിനൊപ്പം ലാൽ ആരിഫ എന്ന മുസ്ലിം നാമത്തിലും അവർ കശ്മീരികളുടെ ഹൃദയത്തിലിരിക്കുന്നു. ഹൈന്ദവ തത്വചിന്തയുടെയും ഇസ്ലാമിലെ സൂഫി ധാരയുടെയും ആശയഘനമുള്ള എത്രയോ വരികൾ അവരെഴുതിയിട്ടുണ്ട് എന്ന് പണ്ഡിതർ പറയുന്നു. മതപരമായ വിഭജനത്തിൻ്റെ രക്തരൂഷിതമായ സ്ഥലം എന്നാണ് എല്ലാ തരത്തിലുമുള്ള തീവ്രവാദികൾ കശ്മീരിനെ ഇതുപോലുള്ള സംഭവങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമ്മളതിനെ അപലപിക്കണം. ലാൽ ദദ്ദിൻ്റെ, ലല്ലേശ്വരിയുടെ, ലാൽ ആരിഫയുടെ കശ്മീരാണ് ഇത് എന്ന സമാധാന നില കശ്മീരിൽ വരുമായിരിക്കും എന്ന് RDX ആശിക്കുന്നു. ഇന്നലെ നടന്നതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കുകയേ ചെയ്യാത്ത കശ്മീരിനായുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട്. അതിന് പൂർണ്ണമായ പിന്തുണ നമുക്കെല്ലാവർക്കും സംശയരഹിതമാം വിധം നൽകാം എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് RDX ഇടവേളയിലേക്ക്.